നമസ്കാരം. 25 കോടി മുക്കാൻ വേണ്ടി പിണറായിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഡൽഹി മോഡൽ അഴിമതിയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മദ്യനയത്തിൽ ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവം എന്ന നിലയ്ക്കും സർക്കാർ നടത്തുന്ന അതിഭീമമായിട്ടുള്ള അഴിമതി എന്ന നിലയ്ക്കുമാണ് ഈ മദ്യനയ അഴിമതി കേസ് ഇപ്പോൾ കത്തി നിൽക്കുന്നതും. സർക്കാരിന്റെ പുതിയ മദ്യനയം എടുക്കുന്നതിൽ എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പ് തന്നെയാണ് എന്നുള്ള തെളിവുകൾ പുറത്തു വന്നതോടെ ആവേശം കമന്റുകൾ ഉൾപ്പെടെയാണ് സെക്രട്ടേറിയറ്റിൽ പ്രചരിക്കുന്നത്. MP രാജേഷിനെ അംബാനായും റിയാസിനെ രംഗണ്ണനായും ചിത്രീകരിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഇറക്കിയ കുറിപ്പിലും ടൂറിസം വ്യവസായ മേഖലകൾ ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്കാരി പോളിസി മാറ്റം തീരുമാനിക്കാൻ ടൂറിസം വകുപ്പിന് എന്ത് അവകാശമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. എന്തിനായിരുന്നു അനാവശ്യ ധൃതിയെന്നും ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ അധികാരം കേന്ദ്രീകരണം നടക്കുന്നു എന്നും സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തു. സ്വന്തം വകുപ്പ് കയ്യിലുണ്ടോ അതോ മറ്റാരുടെയെങ്കിലും കയ്യിലാണോ എന്നായിരുന്നു MP രാജേഷിനോട് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇടത് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾ. എന്നിട്ടും മന്ത്രിക്കോ മന്ത്രി പരിവാരങ്ങൾക്കോ ഇതിലൊരു മറുപടി പറയാനോ പ്രതികരിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ലൂപ്പ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടൂറിസം മന്ത്രി. അബ്കാരി നയ മാറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വകുപ്പ് നടത്തിയിട്ടുള്ള യോഗത്തിന്റെ വിവരങ്ങൾ രേഖകളും പ്രതിപക്ഷം ഹാജരാക്കിയിട്ട് മന്ത്രിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്നാണ് പറയുന്നത് എന്നതിനേക്കാൾ വലിയ നാണക്കേട് വേറൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു വശത്ത് ഇത്ര വലിയ തിരിമറികൾ മദ്യനയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ അതൊന്നും ബാധിക്കാതെ വലിയ രീതിയിൽ തന്നെ മദ്യവിൽപ്പന മുന്നോട്ട് പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേരളത്തിന് ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി മദ്യവിൽപ്പന ഇപ്പോഴും തുടരുന്നു എന്നതാണ് റിപ്പോർട്ട്. മദ്യത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന് വമ്പൻ നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നികുതി വരുമാനം കുത്തനെ ഉയർന്നു. 40,306 കോടി രൂപ സർക്കാരിന് മദ്യത്തിൽ നിന്നും വരുമാനമായി ലഭിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലയാളികളുടെ മദ്യ ഉപഭോഗത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം 48,800 കോടിയുടെ വിദേശ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ 4,600 കോടിയുടെ ബിയറും വൈനും വിറ്റുപോയെന്ന് ബെവ്കോയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. 2021 മുതൽ ഇതുവരെ 5,596.3 ലക്ഷം വിദേശ മദ്യം സംസ്ഥാനത്ത് വിറ്റിരിക്കുന്നു. 2,355 ലക്ഷം ബിയറും 36.5 ലക്ഷം വാഹന വൈനും വിറ്റിട്ടുണ്ട്. 2021 തുടക്കത്തിൽ 18.66 കോടി ലക്ഷം നഷ്ടത്തിലായിരുന്നു ബെവ്കോയ്ക്കെന്നായിരുന്നു കണക്ക്. എന്നാൽ അത് 2022 ശേഷമാകട്ടെ 103.37 കോടി ലാഭത്തിൽ എത്തുകയും ചെയ്തു. 2022 ശേഷം മദ്യ ഉപയോഗത്തിൽ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മദ്യവരുമാനം പോരെന്ന് പറഞ്ഞ് സർക്കാർ ഇളവ് വരുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ. എന്തായാലും ഇതിനിടയിൽ നികുതി വരുമാനം വർദ്ധിപ്പിച്ചതായുള്ള കണക്കുകൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. എത്ര വലിയ ലാഭമുണ്ടായിട്ട് പോലും അതൊന്നും മതിയാകാതെയാണ് ഇപ്പോൾ മദ്യനയത്തിന്റെ പേരിൽ 25 കോടി അധികമായി പിരിക്കാൻ ഇടത് നേതാക്കൾ ശ്രമം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. എന്തായാലും കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും എല്ലാം ഇടപാടുകൾ അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഉടൻ തന്നെ ഇവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.